നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 152ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര നടി ജലജയെക്കുറിച്ചിട്ടാണ്. എത്രയോ വർഷങ്ങൾക്ക് മുന്നേ, ഏകദേശം 10-30 വർഷങ്ങൾക്ക് മുന്നേ, ഞാൻ ജനിച്ചു വളർന്ന തമ്പാനൂരിലെ നേതാജി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ വാർഷികാഘോഷം നിശ്ചയിക്കുന്നു. അതിൻ്റെ പേരിൽ നോട്ടീസൊക്കെ അടിച്ച് നാടകവും മറ്റ് കലാപരിപാടികളും ഒക്കെയായി നടത്താൻ തീരുമാനിക്കുന്നു. ആ നോട്ടീസിൽ ഉദ്ഘാടനത്തിന് ജഗതി ശ്രീകുമാർ പങ്കെടുക്കും എന്നൊക്കെ നോട്ടീസിലടിക്കുന്നു. അവസാനം പങ്കെടുക്കാതിരിക്കുന്നു. ഇതെല്ലാം ഞാൻ മുമ്പൊരു എപ്പിസോഡിൽ, പ്രത്യേകിച്ച് ശ്രീ ജഗതി ശ്രീകുമാറിൻ്റെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരും എന്നുള്ള പ്രതീക്ഷയോടെ ഒരു നടനെ ചെന്ന് കാണുകയും ഒടുവിൽ വരാതിരിക്കുകയും അതിൻ്റെ തിക്തമായ അനുഭവങ്ങളൊക്കെ ഞാൻ മുമ്പ് വിവരിച്ചിട്ടുണ്ട്. അവിടെയാണ് ജലജ എന്ന വിശ്രുത നടിയുടെ പ്രാധാന്യം. അന്ന് തമ്പാനൂരിലുള്ള പാർട്ടി ഓഫീസിൽ ഞങ്ങൾ ഹാൾ വാടകയ്ക്കെടുത്ത് അവിടെ വച്ചിട്ടാണ് ഫങ്ഷൻ ഫിക്സ് ചെയ്ത്. നിറയെ ആളുകൾ, 6-6:30 യോഗം തുടങ്ങിയിട്ടില്ല. യോഗത്തിന് ശേഷം നാടകവും മറ്റു പരിപാടികളുമാണ്. ഞങ്ങൾ ഇദ്ദേഹത്തെ നമ്മുടെ പരിപാടിക്ക് ലഭിക്കാതെ വന്നപ്പോൾ ആകെ വശം കെട്ട് മാനസികമായും ശാരീരികമായും ഒരുപാട് പ്രയാസം അനുഭവിച്ച് ആരെ കൊണ്ടുവരും ഈ പ്രോഗ്രാമിന് എന്ന് ചിന്തിച്ച് തലപോഞ്ഞിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മനസ്സിൽ ഓടിയെത്തുന്നത് ജലജയെക്കുറിച്ച്. അന്ന് പൂജപ്പുരയിലാണ് താമസം എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഞാനും എൻ്റെ 4-5 സുഹൃത്തുക്കളും എല്ലാം കൂടി ബസ്സിലും ഓട്ടോയിലും ഒക്കെ കൂടെ യാത്ര ചെയ്ത് ജലജയുടെ വീട്ടിൽ ഞങ്ങൾ എത്തുന്നു. ഞങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞപ്പോൾ ആ ചിരിച്ച മുഖത്തോടെ പാവാടയും ബ്ലൗസും, നീല ബ്ലൗസും പാവാടയും ഹാഫ് സാരിയും ചുറ്റി യാതൊരു മേക്കപ്പോ ഒന്നുമില്ലാതെ ഒരു 15 മിനിറ്റിനുള്ളിൽ ജലജ തയ്യാറായി ഞങ്ങളോടൊപ്പം വരുന്നു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. എന്നുവെച്ചാൽ നമ്മുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ, നമ്മുടെ പ്രതീക്ഷകളെ മങ്ങലേൽപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ വിഷമങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞ ഒരു താരമാണ് ശ്രീമതി ജലജ. എന്നെങ്കിലും ഞാൻ കുറേ കാലം കൊണ്ട് ആഗ്രഹിക്കുന്നു, കുറേ കാലം കൊണ്ട് പ്രയത്നിക്കുന്നു ഒരു ചലച്ചിത്രം സംവിധാനം ചെയ്യാൻ. ഈ എപ്പിസോഡ് ചെയ്യുമ്പോൾ 2 സന്തോഷങ്ങൾ എൻ്റെ മുന്നിൽ നിഴലിക്കുന്നുണ്ട്. ഫെബ്രുവരി 12, 1989 എൻ്റെ വിവാഹം നടന്നത്. ഇന്നെൻ്റെ വിവാഹ വാർഷിക ദിനമാണ്. 1. രണ്ടാമത്, നടനാവണമെന്ന ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടന്ന എനിക്ക് 2 സീനിൽ മിന്നിമറയുന്ന ആണെങ്കിലും എൻ്റെ വിവാഹ ദിവസം തന്നെ ഋതുഭേദം എന്നുള്ള ചിത്രം ദൂരദർശനിലൂടെ ടെലികാസ്റ്റ് ചെയ്യുന്നു. ആ മധുരിക്കുന്ന ആ 2 ഓർമ്മകൾ മറക്കാവതല്ല ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ. അങ്ങനെ യാതൊരു മടിയും കൂടാതെ ഞങ്ങളുടെ ആ പ്രോഗ്രാമിൽ ജലജ പങ്കെടുത്തു. ഒരു ചായ പോലും നൽകാതെ സ്റ്റേജിൽ കയറുകയും, കാരണം അത്രമാത്രം താമസിച്ചു പ്രോഗ്രാം തുടങ്ങാൻ തന്നെ. ജലജയെ കണ്ടപ്പോൾ ആ ഹാളിൽ, നിറഞ്ഞു കവിഞ്ഞ ഹാളിൽ കയ്യടിയുടെ ഒരു താളം തന്നെ ഉണ്ടായി.
ഞങ്ങളുടെ എല്ലാവരുടെയും പ്രയാസം മാറി എന്ന് മാത്രമല്ല, ഒരു കലാകാരിയോടുള്ള ബഹുമാനം നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അത്രമാത്രം ഞങ്ങളൊരു 6-7 പേർ അനുഭവിച്ച മാനസിക വിഷമം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അന്ന് നമ്മൾ വിളിച്ചപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് വേറെ വർക്കുണ്ട്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നു? അഭിമാനമാണ് വലുത്. അങ്ങനെ പ്രോഗ്രാമിൽ ജലജയുടേതായിട്ടുള്ള ശൈലിയിൽ 5-6 വാക്കുകൾ പറഞ്ഞു, നിറഞ്ഞ കരഘോഷം. പ്രോഗ്രാമെല്ലാം കഴിഞ്ഞ് ജലജയെ കാറിൽ കയറ്റി അവരുടെ വീട്ടിൽ കൊണ്ടുവിട്ടു. സന്തോഷത്തോടെ അവരിറങ്ങി വീട്ടിനുള്ളിലേക്ക് കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഈ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കില്ല ജലജ, നന്ദി, നമസ്കാരം എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് തിരികെ കാറിലേക്ക് കയറുമ്പോൾ, കാരണം തിരികെ ഇവിടെ വന്നാൽ നാടകം, മറ്റു പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്, സംസാരിച്ചിരിക്കാൻ സമയവുമില്ല. അങ്ങനെ വളരെ വിനയാന്വിതനായി തൊഴുതുകൊണ്ട് ഞാൻ മടങ്ങുമ്പോൾ ആ വീട്ടുപടിക്കൽ നിന്ന് ജലജ ഒന്ന് ചിരിച്ചു. മറ്റുള്ളവരുടെ ദുഃഖങ്ങളും മറ്റുള്ളവരുടെ പ്രയാസങ്ങളും ഉൾക്കൊള്ളാൻ കഴിഞ്ഞൊരു അതുല്യ കലാകാരി. അത് കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞു. ഞാൻ അഭിനയമോഹവും സംവിധാനമോഹവും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിയുമ്പോൾ ഞാൻ അരവിന്ദൻ സാറിനെ പോയി കണ്ടു വെള്ളയമ്പലത്തുള്ള വീട്ടിൽ. അന്ന് തമ്പിൻ്റെ പൂജയും തമ്പിൻ്റെ ചിത്രീകരണമൊക്കെ തുടങ്ങുന്ന സമയമാണ്. 1 അല്ല 2 അല്ല 3 തവണ അദ്ദേഹത്തെ പോയി കണ്ടിട്ട് ഞാൻ പറഞ്ഞു, സാറിൻ്റെ ഈ ചിത്രത്തിൽ എന്നെക്കൂടി അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ഉൾപ്പെടുത്തണം എന്ന് 2-3 തവണ അദ്ദേഹത്തോട് പറഞ്ഞപ്പോഴും അദ്ദേഹം എന്നെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയുടെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. 3-ാം തവണ പോയി കണ്ടിട്ടും അദ്ദേഹം എന്നെ പരിഗണിക്കാമെന്നോ അല്ലെങ്കിൽ ഈ സെറ്റിൽ ഉൾപ്പെടുത്താമെന്നോ ഒന്നും പറഞ്ഞില്ല. ചിലപ്പോൾ എനിക്ക് അതിനുള്ള പ്രാപ്തി ഇല്ലായിരിക്കാം എന്ന് ചിന്തിക്കാം, അല്ലെങ്കിൽ എന്നെ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് ഗുണമുണ്ടാകില്ല എന്ന് ചിന്തിക്കാം. ഏത് തരത്തിൽ വേണമെങ്കിലും ചിന്തിക്കാം. നിങ്ങളുടെ മുന്നിൽ ഇത് പറയുമ്പോൾ വളരെ പ്രൗഢമായി പറയാം, എന്നെ വിളിച്ചു, ഞാൻ പോയില്ല. അങ്ങനെയല്ല. ഞാൻ 3-4 തവണ ചെന്നിട്ടും അദ്ദേഹം എന്നെ പരിഗണിച്ചില്ല. പക്ഷേ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് 2ാമതും ഞാൻ ജലജയെ കാണുകയാണ്. ആ സെറ്റിൽ എത്രയോ നടന്മാർ, നടിമാർ ഇവരൊക്കെ ഉണ്ടായിട്ടും ഒരു പ്രത്യേകതയായി എനിക്ക് അനുഭവപ്പെട്ടത്, വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും എൻ്റെ ആ രൂപം, അല്ലെങ്കിൽ എൻ്റെ ആ ഭാവം, എൻ്റെ ആ സംസാരം അന്നത്തെ ആ ക്ലബിൻ്റെ വാർഷികത്തിന് കണ്ട അതേ വ്യക്തിയല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് എൻ്റെ അടുത്ത് വന്നു, ശ്രവണനല്ലേ? ഞാൻ പറഞ്ഞു, അതെ, ഞാൻ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, വളരെ സന്തോഷം. ഞാൻ അരവിന്ദൻ സാറിനെ കണ്ട് സംസാരിച്ചിട്ട് നിൽക്കുകയായിരുന്നു ഇതിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ. അപ്പോൾ അഭിനയിക്കാനല്ല. ഞാൻ പറഞ്ഞല്ല, സിനിമയെക്കുറിച്ച് കൂടുതൽ പഠിക്കാമല്ലോ, പ്രത്യേകിച്ച് വലിയൊരു സംവിധായകൻ്റെ ചിത്രത്തിൽ. 2-3 തവണ ഞാൻ വന്ന് കണ്ടു. വരണമെന്നോ വരണ്ടെന്നോ ഒന്നും എന്നോട് പറഞ്ഞില്ല. അപ്പോൾ ഞാനും ജലജയും സംസാരിച്ച് നിൽക്കുന്നത് പലരും കാണുന്നു.
ശ്രീ അരവിന്ദേട്ടനും കാണുന്നു, ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ട്. ഒരു 1.5 മണിക്കൂർ ആ ഷൂട്ടിംഗ് സെറ്റിൽ നിന്നിട്ടും അനുഭാവപൂർണമായ ഒരു മറുപടി അരവിന്ദേട്ടൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. മണിക്കൂറുകൾ കഴിഞ്ഞ് ഞാൻ മടങ്ങിപ്പോകാൻ ഭാവിക്കുമ്പോൾ ജലജ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുകയായിരുന്നു. ജലജയുടെ അഭിനയ മുഹൂർത്തങ്ങളും ബഹളങ്ങളൊന്നുമില്ലാതെ ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നത് പോലെ അരവിന്ദേട്ടൻ പറയുന്നതെല്ലാം ശ്രദ്ധാപൂർവം കേട്ട് ഡയലോഗുകൾ മനഃപ്പാഠമാക്കി ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അവരുടെ മുഖത്ത് മിന്നിമറയുന്ന ഭാവങ്ങൾ, എത്രയോ ചിത്രങ്ങളിൽ അഭിനയിച്ച് കഴിവ് തെളിയിച്ച പോലെ അരവിന്ദൻ്റെ തമ്പ് എന്ന ചിത്രത്തിലൂടെ ഉള്ള അരങ്ങേറ്റം അത് ഗംഭീരമായി എന്ന് തന്നെ പറയണം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് ആഗ്രഹിക്കുന്നു, നടക്കുന്ന മറ്റൊന്നാവാം. പക്ഷേ ആ ആഗ്രഹവുമായി നമ്മൾ ആരെയെങ്കിലും കാണാൻ ചെല്ലുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള പെരുമാറ്റം അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവണമെന്ന് നിർബന്ധം പിടിക്കാൻ പാടില്ല. എത്രയോ വ്യക്തികളെ കണ്ടു, എത്രയോ സംവിധായകരെ കണ്ടു, എത്രയോ നടന്മാരെ കണ്ടു. നമ്മുടെ ഭാഗം വിജയിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നിരാശ ഉണ്ടാവേണ്ട ഒരു കാര്യവുമില്ല. അങ്ങനെ നമ്മൾ എവിടെയൊക്കെ പരാജയപ്പെടുന്നുവോ അത് നമുക്ക് കിട്ടാവുന്ന കനി അത് എത്താറായില്ല എന്ന് മാത്രം കരുതുക, അല്ലാതെ നിരാശ കൊണ്ട് നടക്കേണ്ട ഒന്നല്ല എന്ന വിശ്വാസക്കാരനാണ്. 3-4 ദിവസം നടന്നിട്ടും അരവിന്ദേട്ടൻ്റെ മനസ്സിൽ കടന്നുകൂടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ആ ചിത്രത്തിൽ വർക്ക് ചെയ്യാനും കഴിഞ്ഞില്ല. പക്ഷേ ആ അനുഭവം എൻ്റെ മനസ്സിൽ ദുഃഖത്തെക്കാളേറെ സന്തോഷവും ഊർജവുമാണ് നൽകിയത്. നിറഞ്ഞ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും മടങ്ങിപ്പോകാൻ ഭാവിച്ചപ്പോൾ ഞാൻ വീണ്ടും സീന് കഴിഞ്ഞ ഉടനെ തന്നെ ജലജയെ കണ്ടു പറഞ്ഞു, ജലജ ഞാൻ പോവുകയാണ്. അപ്പോൾ സാറ് എന്തു പറഞ്ഞു? സാർ ഒന്നും പറഞ്ഞില്ല. ശരി, ഇനിയും നമുക്ക് കാണാം, ഏതെങ്കിലും ചിത്രത്തിൻ്റെ ചിത്രീകരണ സമയത്തോ അല്ലാതെയോ. പക്ഷേ എങ്കിലും ജലജ എന്ന കലാകാരിയെ ഞാൻ മറക്കില്ല കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ചിരിച്ചു. എൻ്റെ ആ ചിരിയും ഭാവവും എല്ലാം കണ്ടപ്പോൾ അവർക്ക് തോന്നി അദ്ദേഹത്തിൻ്റെ മനസ്സിനെ നല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. ആ വേദന പുറത്ത് കാണിക്കാത്തതാവും എന്ന്. ഇത്തരുണത്തിൽ ജലജയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. 1961 ആഗസ്റ്റ് 26 ജനനം. അരവിന്ദൻ്റെ തമ്പിലൂടെ തുടക്കം 1979. ശ്രീ അരവിന്ദൻ, ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ, ശ്രീ KG ജോർജ്, ശ്രീ ഭരതൻ, ശ്രീ പത്മരാജൻ, ശ്രീ ലെനിൻ രാജേന്ദ്രൻ അടക്കമുള്ളവരുടെ സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞു. 1978 പുറത്തിറങ്ങിയ KG ജോർജിൻ്റെ ഉൾക്കടൽ, 81 അടൂരിൻ്റെ എലിപ്പത്തായം, 82 ഭരതൻ്റെ മർമരം, നിരവധി ചിത്രങ്ങൾ. 1981 ലെനിൻ രാജേന്ദ്രൻ്റെ വേനൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ്, ഫിലിം ഫെയർ അവാർഡ് എന്നിവ നേടി. കാലം എത്രയോ കഴിഞ്ഞിരിക്കുന്നു.
വീണ്ടും അവരെ കാണുന്നത് ചലച്ചിത്ര പുരസ്കാര വേദിയിൽ വെച്ചിട്ടാണ്. സംസാരിക്കാനും ഒന്നും കഴിഞ്ഞില്ല. കാലത്തിൻ്റെ മാറ്റങ്ങൾ അവരിൽ വന്നുവെങ്കിലും അന്നും ഇന്നും മികച്ച വ്യക്തിത്വം സൂക്ഷിക്കുന്ന ഒരു നല്ല അഭിനേത്രി. ആർക്കും ഒരു ദോഷവും ഏൽക്കാതെ സിനിമയെന്ന മായിക പ്രപഞ്ചത്തിൽ ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോഴും പിന്നിൽ നിൽക്കുമ്പോഴും ജീവിതം അപഗ്രഥിച്ചതുണ്ടാകാം, അല്ലെങ്കിൽ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ജീവിതത്തെപ്പറ്റി മനസ്സിലാക്കാൻ കഴിഞ്ഞതുണ്ടാവാം. അവരിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. പിന്നീട് ഒരിക്കൽ ഞാൻ അവരെ കാണുന്നത് ബഹ്റൈനിൽ വെച്ചിട്ടാണ്. അന്നും നേരിൽ കാണാനും സംസാരിക്കാനും ഒന്നും കഴിഞ്ഞില്ല. തിരക്കിട്ട ജോലി സംബന്ധമായ കുറച്ച് കാര്യങ്ങളുമായി ബഹ്റൈനിൽ കഴിയുന്ന അവസരത്തിലാണ് 1-2 തവണ ബഹ്റൈനിൽ പോയപ്പോൾ ബഹ്റൈനിൽ വെച്ചാണ് അവരെ കാണുന്നത്. നേരിൽ സംസാരിക്കാനും ഒന്നും കഴിഞ്ഞിരുന്നില്ല അവിടെ വെച്ച്. കാരണം അവിടുത്തെ ഡിഫൻസിൻ്റെ ഒരു പ്രോജക്റ്റിൽ ഞാൻ വർക്ക് ചെയ്യുകയായിരുന്നു. ഇന്ന് വീണ്ടും അവർ തിരുവനന്തപുരത്ത് സെറ്റിലായി എന്നറിഞ്ഞു. നേരിൽ കണ്ടില്ല. എങ്കിലും കാലത്തിൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ച ഒരു അഭിനേത്രി, നിസ്സംശയം പറയാം മലയാള സിനിമയിലെ കുലപതിയായ ഒരു അഭിനേത്രി. അവർക്ക് ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.